ഇന്നത്തെ വീഡിയോ നമ്മുടെ ചാനൽ ചെയ്യാത്തൊരു വീഡിയോ ആണ്. അതായത് 55 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ മാറുന്ന വീഡിയോ ആണ്. അത് നമ്മുടെ ഒരു സബ്സ്ക്രൈബറുടെ ടീമാണ് വീഡിയോ കണ്ടിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി തന്നതാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാം. ഇതിൻ്റെ കംപ്ലയിൻറ്റ് നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. ജസ്റ്റ് MI എന്ന് കാണിക്കും ഫസ്റ്റിൽ, പിന്നെ അത് ഫെയ്ഡായി പോയിട്ട് ഫുൾ ബ്ലാങ്ക് ആയിട്ട് നിൽക്കും. അതുപോലെ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് ഒരു 55 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ മാറുന്ന വീഡിയോ ചെയ്യുന്നത്. ഇതിനകത്തുള്ള ഡിസ്പ്ലേ മാറി നമ്മൾ LGയുടെ ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യുന്ന വീഡിയോ ആണ് ഇത് ഫുള്ളായിട്ട് കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കാണാം. അതുപോലെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ചിലർക്കെങ്കിലും തോന്നിയായിരിക്കും ഇതിൻ്റെ ഡിസ്പ്ലേ മാറാതെ റിപ്പയർ ചെയ്യാൻ പറ്റില്ലേ എന്നൊക്കെ തോന്നിയായിരിക്കും. ഇത്തരത്തിൽ പിക്ചർ പോകുന്ന കംപ്ലയിൻ്റ് അല്ലാതെ തന്നെ ഡിസ്പ്ലേയുടെ അകത്ത് ഇൻ്റർണൽ ഷോട്ട് വരുമ്പോഴാണ്. അത് റിപ്പയർ ചെയ്താൽ തന്നെ കുറച്ച് കാലം മാത്രമേ നമുക്കൊരു വർക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. ചിലത് കുറച്ചുകൂടെ അധികം കിട്ടാറുണ്ടെങ്കിലും പ്രോപ്പർ സൊല്യൂഷൻ ഡിസ്പ്ലേ മാറുന്നതാണ്. ഇതിനകത്തുള്ള ഡിസ്പ്ലേ സീസോട്ട് എന്ന കമ്പനിയുടെ ഡിസ്പ്ലേനുള്ളത് 6 കോഫ് ഒരു സൈഡിലും 6 കോഫ് മറ്റേ സൈഡിലും വരുന്ന, അങ്ങനെ മൊത്തം 12 കോഫുള്ള ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിനകത്തുള്ള ഡിസ്പ്ലേ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. നമ്മുടെ സബ്സ്ക്രൈബർ കൊല്ലത്ത് നിന്നാണ് TV കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 2 മണിക്കൂർ കൊണ്ട് ഇത് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ അതിൻ്റെ ബോട്ടം സൈഡിലുള്ള സ്പീക്കറിലുള്ള ഒരു സൈഡ് ബാക്ക് കവർ ഒന്ന് റിമൂവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഇൻ്റർണൽ ഷോട്ട് വരുന്ന ഡിസ്പ്ലേയിൽ ഒരുപാട് മെത്തേഡ് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് മാസ്കിൻ ടേപ്പ് ഉപയോഗിച്ചിട്ട് പല മെത്തേഡുകൾ ചെയ്യുക, അതുപോലെ ഷോട്ട് റിമൂവ് ചെയ്യുക, ഷോട്ട് കില്ലർ ഉപയോഗിച്ചിട്ട്, അങ്ങനെ ഒരുപാട് മെത്തേഡുണ്ട്. പക്ഷേ ഒരു പരിധി വരെയൊക്കെ മാത്രമേ നമുക്ക് അതിൻ്റെ റിപ്പയർ ചെയ്ത് ആ ഒരു പഴയൊരു ക്ലാരിറ്റിയോടെ കാണാൻ പറ്റുള്ളൂ. പക്ഷേ അതുകൊണ്ട് നമുക്ക് ഒരുപാട് നാൾ ഉപയോഗിക്കാൻ പറ്റുക വെച്ചാൽ ചില കേസിൽ 1 വർഷമൊക്കെ കൂടുതൽ കിട്ടാറുണ്ട്, 1 വർഷമൊക്കെ കിട്ടാറുണ്ട്. ചിലതൊക്കെ ഒരു 6 മാസം കഴിയുമ്പോൾ വീണ്ടും എന്തെങ്കിലുമൊക്കെ കംപ്ലൈൻ്റ് ആയിട്ട് കാണിക്കും. അപ്പോൾ ഇവിടെ നമ്മളതിന് നിൽക്കുന്നില്ല. നമ്മുടെ സബ്സ്ക്രൈബർ പറഞ്ഞിട്ട് ഡിസ്പ്ലേ മാറണം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ എന്തായാലും LGയുടെ ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്പ്ലേ ഊരിയെടുക്കുന്ന ഒരു ഇതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം TVയുടെ അടിയിൽ വരുന്ന ഫ്രെയിമിൻ്റെ സ്ക്രൂ എല്ലാം നമ്മൾ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം ടേബിൾ മൗണ്ട് ചെയ്യുന്ന ആ ബ്ലാക്ക് പോർഷനായിട്ടുള്ള ആ പ്ലാസ്റ്റിക്കിൻ്റെ പീസ് കൂടെ നമ്മൾ 2 സൈഡിലുള്ള പീസ് കൂടെ റിമൂവ് ചെയ്ത് മാറ്റുന്നുണ്ട്. ഏകദേശം ഒരു 3 വർഷം ഒക്കെ ആകുമ്പോൾ തന്നെ ഇത് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ റിപ്പയർ ചെയ്യാൻ നിന്നിട്ടില്ല. റിപ്പയർ ചെയ്താൽ ഡയറക്റ്റ് പാനൽ ഡിസ്പ്ലേ മാറണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 2 ടൈപ്പ് ഡിസ്പ്ലേ ആണ് നല്ലതെന്നുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, BOE അതുപോലെ LG. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് LGയിലാണ്. BOEയുടെ ഡിസ്പ്ലേ നമ്മൾ 43 ഇഞ്ച് അതുപോലെ 32 ഇഞ്ചിലൊക്കെ BOE ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത് LGയുടെ ഒപ്പം തന്നെ. LGക്ക് വരുന്നത് IPS ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ ആ വ്യൂവിങ് ആംഗിളൊക്കെ ഒന്നുകൂടെ നല്ല പെർഫോമൻസ് നമുക്ക് കിട്ടും. അത് നല്ല ക്ലാരിറ്റിയോട് കൂടെ തന്നെ എല്ലാ ആംഗിളും നമുക്ക് കാണാൻ പറ്റും. പിന്നെ ചിലർക്ക് വരാവുന്നൊരു സംശയമാണ്, നമ്മൾ ഇത്രയും 3 വർഷമായ TV അല്ലെങ്കിൽ 4 വർഷമായ TVക്ക് ഡിസ്പ്ലേ മാറി ഇത്രയും ഏകദേശം ഒരു 18,000 to 90,000 റുപ്പീസ് സ്പെൻഡ് ചെയ്തിട്ട് അത് വേറെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരുന്ന ചിലർക്ക് ഇങ്ങനെ ഡൗട്ട് തോന്നാം. പക്ഷേ ഇവിടെ നമ്മൾ പറഞ്ഞു ഏകദേശം ഒരു 3 വർഷത്തുള്ളിൽ തന്നെ ഡിസ്പ്ലേ കംപ്ലയിൻ്റ് ആയിട്ടുണ്ട്. നോർമലി ഗ്രേഡ് കുറഞ്ഞ ഡിസ്പ്ലേയിലൊക്കെ ആ ഒരു ടൈം പീരീഡ് ആകുമ്പോൾ പോകാറുണ്ട്. അപ്പോൾ നല്ല ഡിസ്പ്ലേ ആണെങ്കിൽ എങ്ങനെയായാലും മിനിമം ഒരു 6 to 7 ഇയേഴ്സ് മിനിമം 4K ഡിസ്പ്ലേയിൽ നിൽക്കാറുണ്ട്. ഒരു 5 ഇയേഴ്സിന് മിനിമം നിൽക്കാറുണ്ട്. പക്ഷേ ഇതിനകത്ത് ഉണ്ടായിരുന്ന ഡിസ്പ്ലേ അത്രപോലെ നിന്നില്ല. അപ്പോൾ സെയിം ഡിസ്പ്ലേ യൂസ് ചെയ്യുന്നതൊക്കെ എന്തുകൊണ്ടും ബെറ്റർ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് LGയോ അല്ലെങ്കിൽ നല്ല ഹാർഡ് പാനലായിട്ടുള്ള ഡിസ്പ്ലേകൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നു അത് തന്നെയാണ്. അപ്പോൾ ഇനി നമ്മൾ ആ പാനലിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കണം. മുമ്പ് ഉണ്ടായിരുന്ന ഡിസ്പ്ലേ റിമൂവ് ചെയ്ത് മാറ്റുകയാണ്. ആ ഫ്രെയിമിൽ നിന്നും TVയുടെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്ത് മാറ്റുകയാണ്. ഇത്തരത്തിൽ വലിയ TVകൾ നമ്മൾ ഡിസ്പ്ലേ റിമൂവ് ചെയ്യുമ്പോഴും അതുപോലെ റീഫിക്സ് ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, TV എപ്പോഴും ഒരേ ലെവലിലായിരിക്കണം. കാരണം ബോഡിയെല്ലാം കുറച്ച് മുമ്പുണ്ടായിരുന്ന എഡ്ജ് TVകൾ അത് കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ, മുമ്പത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. സാംസങ്ങിൻ്റെ LED ഒക്കെ മാറുന്നത് അത് എഡ്ജ് TVകളാണ്. അപ്പോൾ അതിനകത്തുള്ള ബോഡിയും ഇതിൻ്റെ ബോഡിയും വ്യത്യാസമുണ്ട്. കാരണം ഇത് കുറച്ച് വെയിറ്റ് കുറവാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഫ്ലാറ്റായി കിടത്തി വയ്ക്കുന്ന സമയത്ത് പല സൈഡിലും ഇങ്ങനെ ഹൈറ്റ് വ്യത്യാസം വരും. അപ്പോൾ അത് ഡിസ്പ്ലേക്ക് ഇടുന്ന സമയത്ത് കറക്റ്റ് ഇരുന്നില്ല എന്നൊക്കെ നോക്കിയിട്ട് വേണം ഫ്രെയിം ഇടാൻ. അല്ലെങ്കിൽ പാനൽ ഫ്രെയിം ഇട്ട് അമർത്തുന്ന സമയത്ത് പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. ഒരേ ലെവലിലാക്കി നിർത്തുന്നതാണ് ഒന്നുകൂടെ കംഫർട്ടബിളും അതുപോലെ കുറച്ചുകൂടെയൊക്കെ നമുക്ക് സേഫായിട്ട് ഡിസ്പ്ലേ ഇടാൻ പറ്റുന്നു. അങ്ങനെയാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ പാനൽ റിമൂവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ പുതിയ പാനൽ ഇടാൻ പോവുകയാണ്. നമ്മൾ ഇന്നർ സൈഡിലുള്ള ആ ഒരു ഫിലിമൊക്കെ റിമൂവ് ചെയ്ത് പുതിയ പാനൽ ഫ്രെയിമിൽ കേബിളിൽ വയ്ക്കാൻ പോവുകയാണ്. വളരെ കെയർഫുള്ളായിട്ട് വേണം ഇത്തരത്തിൽ. നിങ്ങൾ തന്നെ വീട്ടിൽ ചെയ്യുന്നവരാണെങ്കിൽ വളരെയധികം കെയർഫുള്ളായിട്ട് ചെയ്യുക. പക്ഷേ 55 ഇഞ്ച് അതുപോലെ 43 ഇഞ്ചിൻ്റെ എബോയ്ക്കൊന്നും ഒരിക്കലും വീട്ടിൽ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം റിപ്പയർ ചെയ്യാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ഇവിടെ നമ്മൾ തന്നെ വളരെ കെയർഫുള്ളായിട്ടാണ് ആ ഡിസ്പ്ലേ പ്ലേസ് ചെയ്യുന്നത്. ഇതിനകത്ത് ഉണ്ടായിരുന്ന ഡിസ്പ്ലേ സീസോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിസ്പ്ലേയാണ്. TCL അതുപോലെ MIയിലൊക്കെ വരുന്ന ഡിസ്പ്ലേ ആണ്. മുമ്പ് നമ്മൾ ചെയ്ത MIയുടെ 43 4K TVയിലും സെയിം ഡിസ്പ്ലേ സീസോട്ട് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഡിസ്പ്ലേ ഉണ്ടായിരുന്നത്. അതിനും ഈ പ്രശ്നം വരാറുണ്ട്, കോമൺ ആയിട്ടുള്ള പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതൊരു വീഡിയോ ഇട്ട് തന്നെ ചെയ്തത്. അതേപോലെ 55നും ഈ കംപ്ലയിൻറ്റ് വരാറുണ്ട്.
അങ്ങനെ നമ്മൾ ഡിസ്പ്ലേ ബോഡിയിലകത്തോട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് വരുന്ന 3 കോഫാണ്, അതായത് ഒരു സൈഡിൽ 3 കോഫാണ് വരുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ഡിസ്പ്ലേയിൽ 6 കോഫ് വരുന്നുണ്ടായിരുന്നു ഒരു സൈഡിൽ തന്നെ. ഇവിടെ ഒരു സൈഡിൽ 3 അതേ സൈഡിൽ അപ്പുറത്തെ സൈഡിൽ 3, അങ്ങനെ മൊത്തം 6 കോഫാണ് ഈ ഡിസ്പ്ലേയിൽ വരുന്നത്. അതുപോലെ ഈ പുറമേയുള്ള സ്റ്റിക്കർ ഇൻസ്റ്റാൾ ചെയ്തതിന് അല്ലെങ്കിൽ നമ്മൾ ഫിറ്റ് ചെയ്തതിന് ശേഷം അത് ഇളക്കി മാറ്റണം. ഇതിനകത്ത് മുമ്പുണ്ടായിരുന്ന ഡിസ്പ്ലേയിൽ അത് ഇളക്കി മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും വിക്കില്ല. നമ്മൾ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ജസ്റ്റ് പാക്കിങ്ങിന് ഓരോരു കവറാണ്. അതുപോലെ ടോപ്പ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും അതുപോലെ റൈറ്റ് സൈഡിലുമായിട്ട് ബോഡിയും പാനലും കൂടെ ഒരുമിച്ച് ഒട്ടിച്ച് വെക്കാറുണ്ട്. അത് ട്രാൻസ്പോർട്ടേഷനിലൊക്കെ ജസ്റ്റ് ഷേക്കിംഗ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കമ്പനികൾ ചെയ്യുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക്. അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം എല്ലാം റിമൂവ് ചെയ്ത് മാറ്റണം. അപ്പോൾ ചില ആൾക്കാർ അങ്ങനെ റിമൂവ് ചെയ്ത് മാറ്റാതെ ഇപ്പോൾ ഇങ്ങനെ ടോപ്പ് സൈഡിലും അതുപോലെ ലെഫ്റ്റ് സൈഡിലൊക്കെ ആയി വെച്ചിരിക്കുന്നത് കുറേ വർഷങ്ങൾ ശേഷം ഇതെടുത്ത് മാറ്റുമ്പോൾ അവിടെ മാത്രം ഒരു കളർ ചേഞ്ചൊക്കെ കണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കംപ്ലീറ്റ് എടുത്ത് മാറ്റുന്നത് വേണത്. അപ്പോൾ അത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പിക്ചറിൻ്റെ അതേ ക്വാളിറ്റിയോടുകൂടി തന്നെ കാണാൻ പറ്റും. ഇവിടെ നമ്മൾ ആ താഴെ ഉണ്ടായിരുന്ന ഫ്രെയിമിൻ്റെ സ്ക്രൂ താഴെ വശത്ത് തന്നെ ഇട്ടിട്ടുണ്ട്. കാരണം അങ്ങനെ ഇട്ടില്ലെങ്കിൽ നമ്മൾ തിരിച്ച് കിടത്തി വയ്ക്കുന്ന സമയത്ത് അവിടെ ഇളകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ താഴെ നിന്ന് തന്നെ അത് സ്ക്രൂ ചെയ്തിട്ടുണ്ട്. ശേഷം നമ്മൾ TV നേരെ ഫ്ലിപ്പ് ചെയ്ത് വെച്ചു, അതായത് ബാക്ക് സൈഡ് മേലോട്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ താഴെയുള്ള ബോട്ടം സൈഡിലുള്ള സ്ക്രൂ എല്ലാം നമ്മൾ റീഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിനകത്തുള്ള പാനലുണ്ടായിരുന്ന ഒറിജിനൽ ആദ്യം ഉണ്ടായിരുന്ന ടീക്കമ്പോഡ് സീസോട്ടോ എന്നുള്ള കമ്പനിയുടെ. അപ്പോൾ അത് നമ്മൾ മാറ്റി LGയുടെ ടീക്കമ്പോഡ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. ഇതാണ് LGയുടെ ടീക്കമ്പോഡ്. നിങ്ങൾക്ക് ഇവിടെ കാണാം LGയുടെ ലോഗോയും അതിൻ്റെ പാർട്ട് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു വ്യത്യാസം ഉള്ളത്, അത് കണക്ടറെല്ലാം അതിൻ്റെ സെയിം ആണ്. ഇതിനകത്തുള്ള FFC കേബിൾ മാറ്റമുണ്ട്. പിന്നിൻ്റെ എണ്ണം മറ്റേനെ കമ്പയർ ചെയ്യുമ്പോൾ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് നമ്മൾ ആദ്യം തന്നെ കണക്ട് ചെയ്ത് FFC കേബിൾ പാനലിൻ്റെ സ്കെയിലർ ബോർഡുമായിട്ട് അതുപോലെ ടീക്കോം ബോർഡുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കേണ്ട ആദ്യം. അത് കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ മദർ ബോർഡിൽ നിന്നും ടീക്കം ബോർഡിലായിട്ടുള്ള കണക്ടറോടെ കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുള്ളത്, മുമ്പുണ്ടായിരുന്ന ടീക്കം ബോർഡിൻ്റെ ആ ഒരു കണക്ടറിൻ്റെ വലിപ്പമല്ല ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്ത LGയുടെ ടീക്കം ബോർഡുള്ളത്. അപ്പോൾ ആ ഒരു പിന്ന് നമ്മൾ കുറച്ച് സൈഡൊന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കറക്റ്റ് അതിലോട്ട് ഇറങ്ങിയിരിക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ആ 2 വിഡ്ത്തും സെയിം ആയെങ്കിൽ മാത്രമേ പ്രോപ്പറായിട്ട് ഓരോ പിന്നും കറക്റ്റ് അലൈൻ ചെയ്തിരിക്കുകയുള്ളൂ. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരു പിന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മൾ സപ്ലൈ കൊടുക്കുന്ന പിന്ന് തൊട്ടടുത്തുള്ള ഡാറ്റകളൊക്കെ പോയി കഴിഞ്ഞാൽ ടീക്കം ബോർഡൊക്കെ കംപ്ലൈൻ്റ് ആവും. അപ്പോൾ ഇവിടെ നമ്മൾ അത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മൾ മൾട്ടിമീറ്റർ വെച്ചിട്ട് കണ്ടിന്യൂറ്റി ഒന്ന് നോക്കുന്നുണ്ട്, വേറെ ഏതെങ്കിലും പിന്നിൽ ടച്ച് ആയിട്ടുണ്ടോ, കറക്റ്റായിട്ടുള്ള പിന്നുകൾ ഇരുന്നത് നോക്കുന്നുണ്ട്. അപ്പോൾ ചിലർക്ക് തോന്നുമായിരിക്കും അപ്പോൾ ഇതിൻ്റെ ശരിക്കുള്ള കേബിൾ കിട്ടില്ല, അത് ഇട്ട് കഴിഞ്ഞാൽ ഇത്ര ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പോൾ ശരിക്കുള്ള കേബിളുകളും ഒരു പരിധി വരെ നമ്മളിങ്ങനെ മോഡിഫൈ ചെയ്യുമ്പോൾ ചിലതൊന്നും കറക്റ്റ് ആവാറില്ല. അത് ഇതുപോലെ കട്ട് ചെയ്തിട്ടൊക്കെയാണ് ചിലത് ഇടാറ്. എക്സാക്റ്റ് സെയിം ചില കേസിൽ കിട്ടാറില്ല, എന്നാൽ ചില കേസിൽ കറക്റ്റ് സെയിം പിന്നെ തന്നെ കിട്ടാറുണ്ട്. പക്ഷേ ഇവിടെ കുറച്ചുകൂടെ നല്ല കേബിളും അതുപോലെ കുറച്ചുകൂടെ നല്ല ക്വാളിറ്റി കേബിൾ ആയതുകൊണ്ട് ഇത് തന്നെ ഉപയോഗിക്കുകയാണ് ഇവിടെ. അതുപോലെ നമ്മൾ ഏതെങ്കിലും LVDS കേബിളുകളോ അല്ലെങ്കിൽ FFC കേബിളോ റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് ഇറേസർ ഉപയോഗിച്ച് തന്നെ ക്ലീൻ ചെയ്യുക. അങ്ങനെ ചെയ്തില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ചില കേസിൽ അത് ഇളക്കുന്ന സമയത്ത് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ മാപ്പിംഗ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നോയ്സൊക്കെ കയറി വരും. ഇവിടെ നമ്മളത് കണക്ട് ചെയ്തിട്ടുണ്ട്, പിക്ചറൊക്കെ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം. അത് ബൂട്ടിംഗ് ആയി വരുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ആ ടീക്കം ബോർഡ് നമ്മൾ പ്രോപ്പറായിട്ട് അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഡബിൾ സൈഡ് ടേപ്പൊക്കെ ഉപയോഗിച്ച് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ അത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഇളകുന്ന രീതിയിലാവരുത് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ആ ബോട്ടം സൈഡിലുള്ള ടേബിൾ സ്റ്റാൻഡ് വയ്ക്കാനുള്ള പ്ലാസ്റ്റിക്കിൻ്റെ പീസുകളുടെ 2 ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ചില TVകളിൽ ഇത്തരത്തിൽ മോഡിഫൈ ചെയ്യുമ്പോൾ പാനൽ അത് ഡിസ്പ്ലേ ഇങ്ങനെ ഇത്തരത്തിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡബിൾ അതിന് 2 ഡിവിഷനായിട്ടൊക്കെ കാണിക്കും. ഡുവൽ ഇമേജ് എന്ന് അതിന് പറയാം, അത് കാണിക്കുക. അതുപോലെ മാപ്പിംഗ് കാണിക്കാറുണ്ട്, ചിലപ്പോൾ ഇൻവേർട്ടഡ് കാണിക്കാറുണ്ട് പിക്ചർ തലവത്തിന്. അപ്പോൾ അതൊക്കെ നമുക്ക് ചില കേസിലൊക്കെ ബോർഡിൽ തന്നെ നമുക്ക് പ്രോഗ്രാം ചെയ്തിട്ടൊക്കെ മാറ്റാം, അല്ലെങ്കിൽ അതിനകത്ത് ഇൻബിൽറ്റ് ആയിട്ടുള്ള സർവീസ് മോഡിലൊക്കെ മാറ്റാൻ പറ്റും. അതുപോലെ LGക്ക് ആണെങ്കിൽ ടീക്കം ബോർഡിൽ തന്നെ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. LGക്ക് മാത്രമേ കൂടുതലായിട്ടുള്ള ഓപ്ഷൻ ഉള്ളത് ടീക്കം ബോർഡിനകത്ത് അങ്ങനെ ചേഞ്ച് ചെയ്യാനുള്ളത്. മറ്റുള്ള ഡിസ്പ്ലേയിൽ ചിലതിലൊക്കെ വരുന്നുണ്ട്, പക്ഷേ എങ്കിലും കൂടുതലായിട്ട് ചെയ്യുന്നത് LGക്കകത്താണ്. അപ്പോൾ LG ഡിസ്പ്ലേ നമുക്ക് കൂടുതൽ TVകളിൽ ഇടാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇത്തരത്തിൽ മോഡിഫൈ ചെയ്യാവുന്നൂടെ ഓപ്ഷൻസ് കൂടുതലുണ്ട്. LG ആണ് കൂടുതൽ അപ്ഡേഷൻ കൂടുതലും അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇവിടെ നമ്മളത് പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ടീക്കം ബോർഡൊക്കെ കറക്റ്റ് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ടൈപ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇളകാത്ത രീതിയിൽ കേബിളുകളൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എല്ലാ കണക്ടേഴ്സും അതുപോലെ കണക്ട് ചെയ്യുന്നുണ്ട്. ആ വൈഫൈയുടെ ആൻറ്റിനൊക്കെ അതുപോലെ തന്നെ കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഡിസ്പ്ലേ മാറുന്നവരാണെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ മുമ്പത്തെ വീഡിയോയിലൊക്കെ സ്ഥിരം പറയുന്നതാണ്, അതായത് ഹാർഡ് പാനൽ ചൂസ് ചെയ്യുക. അതുപോലെ മാറുന്ന സമയത്താണെങ്കിൽ ഇതുപോലെ നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ തന്നെ ഇടുക. ഒരിക്കലും സെയിം ഡിസ്പ്ലേ ഇടരുത്, കാരണം അത് ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും അതേ കംപ്ലൈൻറ്റ് പെട്ടെന്ന് തന്നെ വരാൻ സാധ്യതയുണ്ട്. സാധ്യതയെന്നല്ല, അങ്ങനെ വന്നിട്ടുണ്ട്, ഒരുപാട് വന്നതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്.
എം ഐയുടെ എല്ലാ ടി വികളും പാനൽ കംപ്ലൈൻറ്റ് എന്ന് ഒരിക്കലും പറയുന്നില്ല. ഇപ്പോൾ വരുന്ന ചില മോഡലുകൾ വളരെയധികം കംപ്ലൈൻറ്റ്സ് കൂടുതലാണ്. ഏകദേശം ഒരു 2 മണിക്കൂർ താഴെ സമയം കൊണ്ട് തന്നെ നമ്മൾ ആ സബ്സ്ക്രൈബർക്ക് ടി വി നീറ്റായിട്ട് തന്നെ ഡിസ്പ്ലേ മാറി കൊടുത്തിട്ടുണ്ട്. ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യുന്നതിനെക്കുറിച്ചും അത് ഏത് ഡിസ്പ്ലേ ഇടുന്നതിനെ കുറിച്ചൊരു അറിവ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസിനായിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക.